കാര്യവട്ടം ക്യാമ്പസിലെ ഗവേഷണ വിദ്യാർത്ഥികളുടെ സമരം ഒത്തുതീർപ്പാക്കാൻ ഉപസമിതിയെ ചുമതലപ്പെടുത്തി ഇന്ന് തന്നെ സിൻഡിക്കേറ്റ് ചേരും. ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുന്നു. ഷീജ, ഈ വിദ്യാർത്ഥികൾ സസ്പെൻഷനിലായി 4 ആഴ്ച പിന്നിട്ടിട്ടും നിലപാട് മയപ്പെടുത്താൻ VC തയ്യാറായിരുന്നില്ല. VCയെ തന്നെ ഉൾപ്പെടുത്തിയുള്ള ഉപസമിതിയാണോ നിലവിൽ എന്ത് ഫോർമുലയാണ് നിലവിൽ വർക്കൗട്ടായത്? അരുൺ, ഏതായാലും കാര്യവട്ടം ക്യാമ്പസിലെ ഗവേഷക വിദ്യാർത്ഥികളുടെ സമരം 30 ദിവസം പിന്നിട്ട ഒരു സാഹചര്യത്തിലാണ് ഈ സമരം ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു ഉപസമിതിയെ ഇന്ന് ചേർന്ന സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചത്. VC അധ്യക്ഷനായ ഉപസമിതിയെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. VC അതിനു പുറമെ PVCയും മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് ബാബുജൻ, ലതാദേവി, ജീവൻലാൽ, മോഹനകൃഷ്ണൻ, രാധാമണി എന്നിവരാണ്. ഇവർ ഏതായാലും ഈ ഉപസമിതിയുടെ യോഗവും ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അവർ VCയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ആ വിദ്യാർത്ഥികളുമായുള്ള ചർച്ചയിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവർക്ക് മുന്നിലെ വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. നിലവിലിപ്പോൾ UGCയുടെ 2009 റെഗുലേഷൻ ഏകപക്ഷീയമായി നടപ്പാക്കിയതോടെ നിരവധി ഗവേഷക വിദ്യാർത്ഥികളുടെ തുടർപഠനമാണ് സാധ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മനുഷ്യ സംബന്ധമായ വിഷയങ്ങളിൽ എത്തിക്കൽ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകാൻ കാലതാമസം വരുത്തുന്നതിലൂടെ നിരവധി വിദ്യാർത്ഥികളുടെ ഗവേഷണം പ്രതിസന്ധിയിലായിരിക്കുന്നു. ഈ വിഷയം ചൂണ്ടിക്കാട്ടി നിവേദനം നൽകാനെത്തിയ വിദ്യാർത്ഥികളെ വൈസ് ചാൻസലർ അകാരണമായി കള്ളക്കേസിൽ കൊടുക്കുകയും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഈ വിഷയങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ച ഒരു വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. ഇത്തരത്തിലുള്ള നടപടികൾ അവസാനിപ്പിക്കണം. ഈ വിഷയത്തിൽ ന്യായമായ ഒരു ഇടപെടൽ ആവശ്യമാണ് എന്നുള്ള തരത്തിൽ നേരത്തെ തന്നെ SFI ഉൾപ്പെടെ ഈ സമരം ഏറ്റെടുത്തുകൊണ്ട് ആവശ്യപ്പെട്ടിരുന്നു. SFI അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ തീരുമാനിച്ച ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ കൂടുതൽ ശക്തമാകാൻ പോകുന്ന സമരത്തെ ഒത്തുതീർപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ ഏതായാലും ഉപസമിതിയെ തീരുമാനിച്ചിരിക്കുന്നത്. ഉപസമിതി അല്പസമയത്തിനകം തന്നെ വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടത്തുന്നതായിരിക്കും. അരുൺ, ഷീജ വിവരങ്ങൾ നൽകിയത്. വർക്കലയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാഘവന്റെ മൃതദേഹം സംസ്കരിച്ചു. കൊല്ലത്ത് സ്ഥലത്ത് നാട്ടുകാർ നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നു. നായ്ക്കളെ കൊല്ലാൻ നേതൃത്വം നൽകിയ ജോസ് മാവേലിയെ അറസ്റ്റ് ചെയ്യാൻ നടത്തിയ നീക്കത്തെ നാട്ടുകാർ തടഞ്ഞു. തെരുവു നായ്ക്കളുടെ ആക്രമണത്തിനിരയായി കഴിഞ്ഞ ദിവസം വൃദ്ധൻ കൊല്ലപ്പെട്ട വർക്കലയിൽ ഇന്നു രാവിലെ മുതൽ നായ്ക്കളെ പിടികൂടാനും കൊല്ലാനും ആരംഭിച്ചിരുന്നു. ജോസ് മാവേലിയുടെ നേതൃത്വത്തിൽ തെരുവുനായ ഉന്മൂലന സംഘം പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് നായ്ക്കളെ പിടികൂടി കൊന്നത്. ഉച്ചയോടെ 30-ലേറെ നായ്ക്കളെ സംഘം കൊലപ്പെടുത്തി. ഇതറിഞ്ഞെത്തിയ പോലീസ് ജോസ് മാവേലിയെയും സംഘത്തെയും കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു. ഇതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. അതുകൊണ്ട് ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിന് ശേഷം മരത്തിനെ കൊണ്ടുപോയാൽ മതി. ഞങ്ങൾ വരാൻ തയ്യാറാണ്. ഞങ്ങളെ മൊത്തം ഇന്ന് അടക്കേതുമില്ല, അടക്കില്ല. നാട്ടുകാർക്ക് വേണ്ടിയാണ് നായ്ക്കളെ പിടികൂടിയതെന്നും അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെന്നും ജോസ് മാവേലി. എൻ്റെ മനസാക്ഷിക്ക് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ 7 കേസിൽ പ്രതിയാവുന്നത്. തെരുവുനായ്ക്കളെ കൊല്ലുന്നവരെ പ്രോത്സാഹിക്കാൻ വേണ്ടി ഞാൻ രംഗത്ത് വന്നപ്പോഴാണ് ഞാൻ പ്രതിയാവുന്നത്. എന്തായാലും അത് എനിക്കൊരു വിഷയമല്ല, എന്നെ സംബന്ധിച്ചുള്ള വിഷയമല്ല. പക്ഷേ എൻ്റെ സങ്കടം എന്ന് പറയുന്നത് തെരുവുനായ്ക്കളെ ഉന്മൂലനം ചെയ്യാൻ വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക, അത് സർക്കാരിൻ്റെ നയമാണ്. സർക്കാർ അത് ചെയ്തില്ലെങ്കിൽ ജനങ്ങളെല്ലാം ഇവിടെ കഷ്ടത്തിലായി പോകും. പിന്നീട് സ്ഥലം MLA V. ജോയ് ഇടപെട്ട് അറസ്റ്റ് ഒഴിവാക്കിയതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അഴിവ് വന്നത്. എന്നാൽ കേസുമായി മുന്നോട്ടു പോകുമെന്ന് പോലീസ് അറിയിച്ചു. അതേസമയം കൊല്ലപ്പെട്ട രാഘവന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് തെരുവ് നായ്ക്കളുടെ ആക്രമണം മൂലം മരണം ആവർത്തിക്കുന്ന ഗുരുതരമായ സാഹചര്യം പ്രതിപക്ഷം നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി ഹിപ്പോക്രാറ്റായി പ്രവർത്തിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സംസ്ഥാന മുഖ്യമന്ത്രിയെ പോലും അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്താൻ മേനകാ ഗാന്ധിക്ക് ആരാണ് അധികാരം നൽകിയത് എന്നും രമേശ് ചെന്നിത്തല നിയമസഭയിൽ ചോദിച്ചു. അതേസമയം ആലപ്പുഴയിലെ പക്ഷിപ്പനി വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നതല്ല എന്നും സ്ഥിതി നിയന്ത്രണ വിധേയമാണ് എന്നും മന്ത്രി കെ രാജു സഭയിൽ അറിയിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ വൃദ്ധൻ നായ്ക്കളുടെ ആക്രമണം മൂലം മരണപ്പെട്ട സംഭവം ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നായ ആക്രമണത്തിന്റെ ഗുരുതരാവസ്ഥ നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. വിഷയത്തിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെങ്കിലും ഇന്നത്തെ സഭാ ബിസിനസ് തിരക്ക് മൂലം നാളത്തേക്ക് അത് മാറ്റുകയായിരുന്നു. കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധി ഹിപ്പോക്രാറ്റായി മാറിയിരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രിയെപ്പോലും അവഹേളിക്കുന്ന തരത്തിൽ പ്രസ്താവന നടത്താൻ മന്ത്രി മേനകാ ഗാന്ധിക്ക് ആരാണ് അധികാരം നൽകിയതെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. ആലപ്പുഴയിൽ പക്ഷിപ്പനി പടരുന്നത് നിയന്ത്രണ വിധേയമാക്കിയെന്നും
പക്ഷിപ്പനി വൈറസ് മാരകമല്ലെന്നും അത് മനുഷ്യരിലേക്ക് പകരുമെന്ന ആശങ്ക വേണ്ടെന്നും രമേശ് ചെന്നിത്തലയുടെ സബ്മിഷന് മറുപടിയായി മന്ത്രി കെ രാജു നിയമസഭയെ അറിയിച്ചു. പക്ഷിപ്പനിയിൽ ശാസ്ത്രീയ പരിശോധന നടത്താൻ കേരളത്തിൽ വേണ്ട സംവിധാനം ഒരുക്കണമെന്ന രമേശ് ചെന്നിത്തലയുടെ ആവശ്യം പരിഗണിക്കാവുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സ്വതന്ത്ര വ്യാപാര കരാർ മൂലം സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ സർവകക്ഷി സംഘ സമ്മർദ്ദം ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കാമെന്ന ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. സർക്കാർ ജീവനക്കാർ മാധ്യമങ്ങളിലൂടെ സർക്കാർ നയം പ്രഖ്യാപിക്കുന്ന മാന്യ വർദ്ധിച്ചു വരികയാണ്. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് എം ഉമ്മറിന്റെ സബ്മിഷന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരായ നീക്കത്തിൽ IAS തലത്തിൽ ഭിന്നത. ജേക്കബ് തോമസിനെതിരായ നീക്കത്തെ ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും എതിർക്കുന്നു. മുൻപും IASകാർക്കെതിരെ വിജിലൻസ് പരിശോധന ഉണ്ടായിട്ടുണ്ട്. ഒരാൾക്ക് വേണ്ടി പ്രത്യേക താൽപര്യം എടുക്കരുത് എന്ന് ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും പറയുന്നു. അതേസമയം വിജിലൻസ് റെയ്ഡിൽ ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KM അബ്രഹാം അതൃപ്തി അറിയിച്ചു. അഡീഷണൽ ചീഫ് സെക്രട്ടറി KM അബ്രഹാമിന്റെ വീട്ടിൽ ഇന്നലെ നടന്ന വിജിലൻസ് പരിശോധനയെ തുടർന്നാണ് IAS തലപ്പത്ത് ഭിന്നത. ജേക്കബ് തോമസിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കണമെന്ന് ചില മുതിർന്ന IAS ഉദ്യോഗസ്ഥർക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും ഈ നിലപാടിനെ എതിർക്കുന്നു. വ്യക്തിപരമായ വിഷമമുള്ളവരാണ് വിജിലൻസ് പരിശോധനയ്ക്കെതിരെ നീങ്ങുന്നതെന്നാണ് ഭൂരിഭാഗം ഉദ്യോഗസ്ഥരും പറയുന്നത്. മുൻപും IASകാർക്കെതിരെ വിജിലൻസ് പരിശോധന നടന്നിട്ടുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ TO സൂരജിനെതിരെയും പാമോലിൻ കേസിൽ PJ തോമസിന്റെ കാര്യത്തിലും IAS അസോസിയേഷൻ ഇടപെട്ടിട്ടില്ല. ഒരാൾക്ക് വേണ്ടി മാത്രം പ്രത്യേക നിലപാടെടുക്കാനാകില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. കോടതി ഉത്തരവിട്ട ത്വരിതാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് KM അബ്രഹാമിന്റെ വീട്ടിൽ വിജിലൻസ് പരിശോധന നടത്തിയത്. കോടതി ഉത്തരവിനെ എതിർക്കുന്നതിലെ അനൗചിത്യവും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നു. IAS അസോസിയേഷൻ യോഗം ചേർന്ന് ഇതുവരെയും ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. 3-4 ഉദ്യോഗസ്ഥർ മാത്രമാണ് ജേക്കബ് തോമസിനെതിരായ നീക്കത്തിന് പിന്നിലെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത്. MR സജേഷ്, തിരുവനന്തപുരം. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിലെ രഹസ്യരേഖകൾ ചോർത്തിയ പാക് സ്ഥാനപതി കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥൻ പിടിയിലായി. BSFുമായി ബന്ധപ്പെട്ട രേഖകൾ സഹിതമാണ് പാക് ഉദ്യോഗസ്ഥനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. പാക് ഉദ്യോഗസ്ഥനെ സഹായിച്ച 2 രാജസ്ഥാൻ സ്വദേശികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പാക് ചാരസംഘടനയായ ISIക്ക് വേണ്ടിയാണ് വിവരങ്ങൾ ചോർത്തിയത് എന്ന് പോലീസ് വ്യക്തമാക്കി. 48 മണിക്കൂറിനുള്ളിൽ ഉദ്യോഗസ്ഥൻ ഇന്ത്യ വിടണമെന്ന് ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു. ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിലെ സുപ്രധാന രേഖകൾ ചോർത്തിയതിനാണ് ദില്ലിയിലെ പാക് സ്ഥാനപതി കാര്യാലയത്തിലെ ഉദ്യോഗസ്ഥൻ മെഹമ്മൂദ് അക്തറിനെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാക് ഉദ്യോഗസ്ഥനെ സഹായിച്ച രാജസ്ഥാൻ സ്വദേശികളായ മൗലാന റംസാൻ, സുഭാഷ് ജാംഗീർ എന്നിവരെയും മതവിദ്വേഷം വളർത്തുന്ന രീതിയിൽ പ്രസംഗിച്ച ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. മതസ്പർദ്ധ വളർത്തൽ, മതവിദ്വേഷം വളർത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ശശികലയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കാസർഗോഡ് ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് C ഷുക്കൂർ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിലാണ് നടപടി. കാസർകോട്ടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് C ഷുക്കൂറിന്റെ പരാതിയിലാണ് മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയ ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികലയ്ക്കെതിരെ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തത്. ഇതു സംബന്ധിച്ച ദൃശ്യമാധ്യമ തെളിവുകളും അഡ്വക്കേറ്റ് ഷുക്കൂർ കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിക്കൊപ്പം സമർപ്പിച്ചിരുന്നു. കാസർകോട്ടെ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ KC പ്രഭാകരന്റെ നിയമോപദേശത്തിന് ശേഷമാണ് ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് ശശികലയ്ക്കെതിരെ കേസെടുക്കുവാൻ ഹോസ്ദുർഗ് പോലീസിന് നിർദ്ദേശം നൽകിയത്. ഇന്ത്യൻ ശിക്ഷാ നിയമം 153A വകുപ്പ് പ്രകാരമാണ് കേസ്. ജാമ്യം ലഭിക്കാത്ത വകുപ്പാണിത്. കുറ്റം തെളിഞ്ഞാൽ 5 വർഷം വരെ തടവ് ലഭിക്കാം. ഹോസ്ദുർഗ് പോലീസ് ഇൻസ്പെക്ടർക്കാണ് അന്വേഷണ ചുമതല. പ്രസംഗത്തിന്റെ വിശദാംശങ്ങൾ സംബന്ധിച്ച് തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് തുടർ നടപടികൾ ഉണ്ടാവുക. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കണ്ണൂരിൽ ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കാൻ CPIM പ്രതിജ്ഞാബദ്ധമെന്ന് ജില്ലാ സെക്രട്ടറി P ജയരാജൻ. ക്ഷേത്രങ്ങളിലും സ്കൂളുകളിലും RSS ആയുധ പരിശീലനം നടത്തുന്നുണ്ട്. ആരാധനാലയങ്ങളിലെ മതപ്രഭാഷണങ്ങളിലൂടെ മതസ്പർദ്ധ വളർത്താനും RSS ശ്രമം നടത്തുന്നു. ഇത്തരം നടപടികൾക്കെതിരെ കർശന നടപടിയെടുത്താൽ മാത്രമേ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിക്കൂ എന്നും ജയരാജൻ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ 25 ക്ഷേത്രങ്ങളിലും 20 സ്കൂളുകളിലും 13 സർക്കാർ സ്ഥലങ്ങളിലും RSSന്റെ ആയുധ പരിശീലനം നടക്കുന്നുണ്ടെന്നും 88ലെ മതസ്ഥാപന ദുരുപയോഗം തടയൽ നിയമമനുസരിച്ച് ശിക്ഷാർഹമായ കുറ്റമാണിതെന്നും CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ പറഞ്ഞു. ജില്ലയിൽ ഞങ്ങളുടെ അറിവിൽപ്പെട്ടിടത്തോളം 25 ക്ഷേത്രങ്ങളിൽ RSSന്റെ ആയുധ പരിശീലനം നടക്കുന്നുണ്ട്. ഇത് കൂടാതെ 13ഓളം സർക്കാർ സ്ഥലങ്ങളിൽ, സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിൽ RSSന്റെ ശാഖാ പരിശീലനം നടത്തുന്നുണ്ട്. 20 സ്കൂളുകളിലും RSSന്റെ ശാഖാ പരിശീലനം നടത്തുന്നുണ്ട്. ഈ മതസ്ഥാപനങ്ങൾ ദുരുപയോഗം തടയൽ നിയമം നിലവിലുണ്ട്. ആ നിയമം അനുസരിച്ച് ശിക്ഷാർഹമായിട്ടുള്ള കാര്യമാണ്.
സമാധാനത്തിന്റെ പേരിൽ പോലീസ് എടുക്കുന്ന എല്ലാ നടപടികളെയും അംഗീകരിക്കാനാവില്ല. സമാധാനത്തിന്റെ പേരിൽ പോലീസ് എടുക്കുന്ന എല്ലാ നടപടികളെയും എതിർക്കാൻ പാടില്ല. ഒരു നടപടിയെയും എതിർക്കാൻ പാടില്ല. അത് നമുക്ക് ബ്ലാങ്ക് ചെക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത് കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ BJPക്കാരും അവരുടെ സ്റ്റേറ്റ്മെന്റിൽ ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അവർ തന്നെ ആ ഭാഗം പറഞ്ഞിട്ടുണ്ട്. അപ്പം ചില നടപടികൾ തെറ്റാണെന്ന് വരുമ്പോൾ അതിനെ എതിർക്കാനുള്ള ഞങ്ങളുടെ ജനാധിപത്യാവകാശം ഉയർത്തിപ്പിടിക്കുക മാത്രമാണ് ചെയ്തത്. RSSന്റെ പ്രവൃത്തികളിൽ കേരളത്തിലെ BJPയിൽ ആഭ്യന്തര സംഘർഷങ്ങൾ നടക്കുകയാണെന്നും കഴിഞ്ഞ കാലങ്ങളിൽ CPIM നടത്തിയ ശരിയായ പോരാട്ടത്തിന്റെ നല്ല ഫലമാണ് BJPയിൽ നിന്നും CPIMലേക്കുണ്ടായ ഒഴുക്കെന്നും അത് തുടരുക തന്നെ ചെയ്യുമെന്നും P. ജയരാജൻ സൂചിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. റേഷൻ കാർഡ് പുതുക്കലിനും തിരുത്തലിനും കൂടുതൽ സമയം അനുവദിക്കണമെന്ന മനുഷ്യാവകാശ കമ്മീഷൻ എടുത്ത നടപടികളെക്കുറിച്ച് 3 ആഴ്ചയ്ക്കകം ചീഫ് സെക്രട്ടറി, ഭക്ഷ്യ സിവിൽ സപ്ലൈസ് സെക്രട്ടറിമാർ റിപ്പോർട്ട് നൽകണം. ശാരീരിക അവശതയുള്ളവർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. കമ്മീഷൻ അംഗം മോഹൻകുമാർ തൃശൂരിൽ നടത്തിയ സിറ്റിംഗിലാണ് നിർദ്ദേശങ്ങൾ നൽകിയത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കോളേജ് വിദ്യാർത്ഥികളുടെ ബാഗിൽ SSC ST എന്ന് രേഖപ്പെടുത്തി മധ്യപ്രദേശ് സർക്കാർ. മാൾവ ജില്ലയിലെ മംത സൗറിലെ രാജീവ് ഗാന്ധി ഗവൺമെന്റ് PG കോളേജിലെ 250ഓളം വിദ്യാർത്ഥികളുടെ ബാഗിലാണ് SSC ST എന്ന് പതിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ SSC ST പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്തതാണ് ഈ ബാഗുകൾ. സംഭവം വിവാദമായതോടെ വിശദീകരണവുമായി സ്കൂൾ അധികൃതർ രംഗത്തെത്തി. ക്ഷേമ പദ്ധതി പ്രകാരമാണ് ബാഗുകൾ നൽകിയത് എന്നും അതിനാൽ ജാതി പതിച്ചതിൽ തെറ്റില്ല എന്നുമാണ് സ്കൂൾ അധികൃതരുടെ വാദം. എന്നാൽ ഇതിനെതിരെ സംസ്ഥാനത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് രംഗത്തെത്തി. മധ്യപ്രദേശ് സർക്കാരിന്റെ ദളിത് വിരുദ്ധ മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ് ഇത് എന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. കോഴിക്കോട് മലബാർ മെഡിക്കൽ കോളേജ് വളപ്പിൽ ദുരൂഹ സാഹചര്യത്തിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. വിദ്യാർത്ഥികൾ പഠിക്കാൻ ഉപയോഗിച്ച മൃതദേഹ അവശിഷ്ടങ്ങൾ സംസ്കരിച്ചതാണ് എന്ന് ആശുപത്രി അധികൃതർ. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉള്ളിയേരിയിൽ പ്രവർത്തിക്കുന്ന മലബാർ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിന്റെ തൊട്ടടുത്തായി നാട്ടുകാരാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സംഭവസ്ഥലത്തെത്തി. മൃതദേഹത്തിന് തലയോട്ടി ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ ജനവാസ കേന്ദ്രത്തിനടുത്തായാണ് അലക്ഷ്യമായി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതിന്ന് കാലത്ത് ഇവിടെ സമീപത്തുള്ള വീടുകളിലുള്ള ആളുകൾ കാക്കയുടെ ശബ്ദം കേട്ടിട്ട് കോളേജിൻ്റെ MMCൻ്റെ മേലോട്ട് വന്നതാണ്. വന്ന് നോക്കുമ്പോഴാണ് ഈ കുഴി, ഇവിടെ വലിയൊരു കുഴി എടുത്തിട്ടത്. ആ കുഴീൻ്റെ സമീപത്തായിട്ട് നായയോ കുറുക്കനെന്തോ മാന്തി ശരീരത്തിന് തലയോട്ടി പുറത്ത് കാണുന്നത്. അപ്പോൾ കുറേ കാലങ്ങളായി ഇവിടെ ഇത്തരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾ അധികാരികളെ മുന്നിൽ അറിയിച്ചതാണ്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കൊണ്ടുവന്ന മൃതദേഹത്തിന്റെ അവശേഷിക്കുന്ന ഭാഗങ്ങൾ എല്ലുകൾ ശേഖരിക്കുന്നതിനായി കുഴിച്ചുമൂടിയതാണെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ വിശദീകരണം. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ഥലം കുഴിച്ച് പോലീസ് നടത്തിയ പരിശോധനയിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. വിശദമായ അന്വേഷണം നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് DYSP K. അഷ്റഫ് പറഞ്ഞു. പോലീസ് ഇപ്പം പരാതി വാങ്ങിച്ചിട്ട് കേസെടുക്കുന്നുണ്ട്. കേസെടുത്തിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ഉണ്ട്. അത് തഹസിൽദാറെ കൊണ്ടാണ് ചെയ്യുന്നത്. തഹസിൽദാർ വന്ന് അത് ഈ എക്സിമേഷൻ ചെയ്യണം. ഇപ്പോൾ ഇത് പുറത്തെടുക്കണം, അത് ഇൻക്വസ്റ്റ് ചെയ്യണം. അതിനുശേഷം അത് മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് സർജനെ കൊണ്ടത് പരിശോധിപ്പിക്കണം. പിന്നെ ബാക്കി കാര്യങ്ങൾ, ഇവർ പറയുന്ന കാര്യങ്ങൾ, അത് നമ്മൾ ലീഗലായിട്ടാണോ ഇവർക്ക് ഈ ബോഡി കിട്ടിയിരിക്കുന്നതെന്നും ഈ ഡിസ്പോസലിൻ്റെ മെത്തേഡ്സ് ഇത് തന്നെയാണോ എന്നും ഇതൊക്കെ പരിശോധിക്കും. അവർ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കും. ഫോറൻസിക് വിദഗ്ധർ സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹാവശിഷ്ടങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചു. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുട്ടനാട്ടിൽ പക്ഷിപ്പനി ബാധിച്ചതോടെ പ്രതിസന്ധിയിലായത് കുട്ടനാട്ടിലെ താറാവ് കർഷകരാണ്. ക്രിസ്മസ് വിപണി ലക്ഷ്യം വെച്ച് കൃഷി ചെയ്ത ലക്ഷക്കണക്കിന് താറാവുകൾക്ക് ഇതോടെ വിലയില്ലാതായി. ഇതോടെ കടമെടുത്തും മറ്റും കൃഷി ചെയ്ത താറാവ് കർഷകരുടെ ജീവിതം പ്രതിസന്ധിയിലായി. വീണ്ടും പക്ഷിപ്പനി പടർന്നു പിടിച്ചതോടെ താറാവ് കർഷകരുടെ ജീവിതം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ക്രിസ്മസ് മുന്നിൽ കണ്ട് കുട്ടനാട്ടിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച ലക്ഷക്കണക്കിന് വരുന്ന താറാവുകൾക്ക് ഇതോടെ വിലയില്ലാതായി. 2014 നവംബറിൽ കുട്ടനാട്ടിലുണ്ടായ പക്ഷിപ്പനിയെ തുടർന്ന് 2 ലക്ഷത്തോളം താറാവുകളെയാണ് മൃഗസംരക്ഷണ വകുപ്പ് കൊന്നൊടുക്കിയത്. ഇതിൻ്റെ നഷ്ടപരിഹാരമായി 5 കോടി രൂപ വിതരണം ചെയ്യുകയും ചെയ്തു. അന്ന് 19,000 താറാവ് കൊന്നുവെന്ന് പറഞ്ഞ് 32 ലക്ഷം രൂപയോളം സർക്കാരിൽ നിന്ന് മേടിച്ചവർ അതേ കാര്യം പറഞ്ഞ് തന്നെ അതിൽ നിന്നും വേറെ കാര്യങ്ങൾ പിന്നെയും ചത്തിട്ടുണ്ടായിരുന്നു, മുന്നേ ചത്തു എന്നൊക്കെ പറഞ്ഞ് 10-15 ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് മേടിച്ചു. എന്നാൽ വീണ്ടും 2016 വീര്യം കുറഞ്ഞ വൈറസ് ആണെങ്കിൽ പോലും പക്ഷിപ്പനി പടർന്നു പിടിച്ചത് കർഷകരെ ആശങ്കയിലാക്കിയിരിക്കുകയാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ 2012 കണക്കുകൾ പ്രകാരം കുട്ടനാട്ടിൽ മാത്രം 11 ലക്ഷം താറാവുകളാണുള്ളത്. എന്നാൽ അനൌദ്യോഗിക കണക്ക് പ്രകാരം കുട്ടനാട്ടിലെ 100 കണക്കിന് വരുന്ന കർഷകരുടെ പക്കൽ 40 ലക്ഷത്തിലധികം താറാവുകളാണുള്ളത്. 5 മാസത്തെ വളർച്ച പൂർത്തീകരിച്ച താറാവൊന്നിന് 300 രൂപയാണ് വില വരുന്നത്.
എന്നാൽ അസുഖം വ്യാപിച്ചതോടെ താറാവിൻ്റെ വിലയും തകർന്നു. കേരളത്തിൽ ഏറ്റവും അധികം താറാവുകളുള്ളത് കുട്ടനാട്ടിലാണ്. കുട്ടനാട്ടിലെ പ്രത്യേക ഭൂപ്രകൃതി താറാവുകൾക്ക് അനുയോജ്യമായതാണ് ഇതിന് കാരണം. കേരളത്തിനകത്തും പുറത്തും കുട്ടനാടൻ താറാവുകൾ ഏറെ പ്രിയങ്കരമാണ്. എന്നാൽ കർഷകരുടെ പ്രതീക്ഷ തകിടം മറിച്ച് സുനാമി പോലെ പക്ഷിപ്പനി പടർന്നു പിടിച്ചത് താറാം കർഷകരെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കേരളത്തിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കേരളത്തിൽ നിന്നുള്ള കോഴികളെയും താറാവുകളെയും വാങ്ങരുത് എന്ന് തമിഴ്നാട്. കേരളത്തിൽ നിന്ന് മുട്ട വാങ്ങരുത് എന്നും നിർദ്ദേശമുണ്ട്. കേരളത്തിൽ നിന്ന് എത്തുന്ന വണ്ടികളിൽ അണുനാശിനി തളിക്കാനും നിർദ്ദേശം നൽകി. അതേസമയം കോട്ടയത്ത് കൂട്ടത്തോടെ താറാവുകൾ ചത്തത് പക്ഷിപ്പനി മൂലമല്ല എന്ന് മൃഗസംരക്ഷണ വകുപ്പ് സ്ഥിരീകരിച്ചു. മുത്തലാഖിനെ അനുകൂലിച്ച മുസ്ലിം വനിതാ സംഘടനാ നേതാക്കൾ മുത്തലാഖ് സ്ത്രീ വിരുദ്ധമല്ല എന്നും ശരീഅത്ത് നിയമത്തിൽ സ്ത്രീകൾ സുരക്ഷിതരാണ് എന്നും സംഘടനാ നേതാക്കൾ ദില്ലിയിൽ പറഞ്ഞു. മുസ്ലിങ്ങളുടെ അഭിപ്രായം തേടാതെയാണ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് എന്നും ഇവർ ആരോപിച്ചു. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നിയമ കമ്മീഷൻ ചോദ്യാവലി പുറത്തിറക്കിയതിന് പിന്നാലെയാണ് മുത്തലാഖിനെ പിന്തുണച്ച് മുസ്ലിം വനിതാ സംഘടനാ നേതാക്കൾ രംഗത്തെത്തിയത്. ശരീഅത്ത് നിയമത്തിൽ സ്ത്രീകൾ സുരക്ഷിതരാണ്. മറ്റ് മതവിഭാഗങ്ങളെ അപേക്ഷിച്ച് ബഹുഭാര്യത്വവും വിവാഹമോചനവും മുസ്ലിം സമുദായത്തിൽ കുറവാണ്. മുത്തലാഖ് നടത്തിയ സ്ത്രീകൾക്ക് പുനർവിവാഹത്തിന് വിലക്കില്ല. മുത്തലാഖിനെ എതിർക്കുന്നത് സംഘപരിവാർ താൽപര്യം വെച്ചും മുസ്ലിം വിഭാഗത്തെ ലക്ഷ്യം വെച്ചുമാണ്. സ്ത്രീകളുടെ അസമത്വത്തെക്കുറിച്ച് വാചാലരാകുന്നവർ നിയമനിർമ്മാണ സഭകളിലും ജുഡീഷ്യറിയിലും സൈന്യത്തിലുമുള്ള സ്ത്രീ പ്രാതിനിധ്യം പരിശോധിക്കണമെന്നും അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അംഗം ഡോക്ടർ അസ്മ സെഹ്റ പറഞ്ഞു. If it is a talk of 50%, why do we not have a 50% women in the legislation, in the parliaments? Why? What is the percentage of representation of women in the judiciary? What is the representation of women in the military? And what is the representation of women in the top universities, research centers and the IITs? സർക്കാർ രേഖകൾ പ്രകാരം മുസ്ലിം സമുദായത്തിൽ പുനർവിവാഹം 3.5%, ഹിന്ദു സമുദായത്തിൽ 6.8%, ഇവർ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ ആശുപത്രി അധികൃതർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന അന്വേഷണ റിപ്പോർട്ട്. ചികിത്സാ പിഴവ് മരണത്തിന് കാരണമായി എന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടറുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന് ഷംനയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. എറണാകുളം മെഡിക്കൽ കോളേജ് 2ാം വർഷ MBBS വിദ്യാർത്ഥിനിയായിരുന്ന കണ്ണൂർ സ്വദേശിനി ഷംന തസ്നീം കഴിഞ്ഞ ജൂലൈ 18-നാണ് മരണപ്പെട്ടത്. ഇതേ മെഡിക്കൽ കോളേജിൽ പനിക്ക് ചികിത്സ തേടിയ വിദ്യാർത്ഥിനി പെട്ടെന്ന് മരണപ്പെടുകയായിരുന്നു. സംഭവത്തിൽ ആശുപത്രി അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചുവെന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ശ്രീകുമാരി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇഞ്ചക്ഷൻ എടുത്ത ശേഷം വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില സംബന്ധിച്ച രേഖകൾ നശിപ്പിക്കപ്പെട്ടു. മരിച്ച് മണിക്കൂറുകൾ പിന്നിട്ട ശേഷം ഷംനയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയതിൽ ദുരൂഹതയുണ്ട്. PG ഡോക്ടറും ഡ്യൂട്ടി ഫിസിഷ്യനും മരണം സംബന്ധിച്ച് നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. വാർഡിൽ പ്രവേശിപ്പിച്ച രോഗിയെ പരിശോധിക്കാതെ PG വിദ്യാർത്ഥിയെ കൊണ്ട് പരിശോധിപ്പിച്ചതായി രേഖയുണ്ടാക്കി തുടങ്ങിയ വീഴ്ചകളാണ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ഷംനയുടെ പിതാവ് അബൂട്ടി ആവശ്യപ്പെട്ടു. ഈ 15 കിലോമീറ്റർ ചുറ്റളവിൽ ഞങ്ങളുടെ ഗ്രാമത്തിലുള്ള ഫസ്റ്റ് ഒരു ഡോക്ടർ ആകുന്ന കുട്ടിയായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ ആയില്ലെങ്കിൽ എൻ്റെ മകളും ഇല്ലാതായിപ്പോയല്ലോ. എന്നിട്ടോ ആരാണോ കുറ്റക്കാര് എൻ്റെ മരിച്ചുപോയ മോള് തിരിച്ചു വരും ചെയ്യില്ല. പക്ഷേ എനിക്ക് സമാധാനം കിട്ടണ്ടേ എൻ്റെ മോളോട് അനീതി കാണിച്ചവരോട്. കേസന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.